എല്ലാ തെരഞ്ഞെടുപ്പുകളും പോലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെയും കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. മുംബൈ മലയാളികളുടെ പ്രതികരണങ്ങൾ കാണും. മഹാരാഷ്ട്രയിലെ മുംബൈ ഒരു വാണിജ്യ തലസ്ഥാനമാണ് ഇന്ത്യയുടെ. സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ കച്ചവടക്കാരും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നവരാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം, ഒപ്പം മലയാളികൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്, തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്, മലയാളികൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം മുംബൈയിലുള്ള കുറച്ച് മലയാളികളുണ്ട്. നമുക്ക് അവരുടെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഏത് തരത്തിലായിരിക്കും ഒരു ഇത് വരുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ആളുകൾ വളരെ താല്പര്യത്തിൽ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആരാണോ നമ്മളെ സമീപിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്ന രീതി മാറി രാഷ്ട്രീയ പക്വതയോട് കൂടിയിട്ട് കൂടുതലായി ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇവിടെ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി അനലൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതാദ്യമായി നടക്കുന്നതാണ്. എൻ്റെ അറിവിൽ ഞാൻ ബോംബെയിൽ വന്നതിന് ശേഷം ഇത്ര ഗൗരവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന രീതി തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ. കച്ചവടക്കാരെ സംബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബോംബെയിലുള്ളത്? പൊതുവേ ഈ ഭരണം വന്നതിന് ശേഷം പൊതുവെ വളരെ മോശമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ മോശമാണ്. ഇന്ന് ഒരു ചെറിയ കട വെച്ച് മുന്നോട്ട് പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കുടുംബം കഴിയാൻ വേണ്ട ഒരു കാര്യം ഒന്നും കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം. ഈ സ്വാഭാവികമായി ഇപ്രാവശ്യം BJPയും ശിവസേന ഒരുമിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്താണ് മഹാരാഷ്ട്രയിൽ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം? താങ്കൾ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ തവണയുണ്ടായ ആ പൊസിഷനായിരിക്കുമല്ലോ ഇപ്രാവശ്യം. ശിവസേന BJP സഖ്യം വരുന്നതോടുകൂടി തന്നെ MNS ആയിട്ട് കോൺഗ്രസും NCPയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര വോട്ട് കാലാകാലമായിട്ട് ശിവസേനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് NCPയും കൂടി കിട്ടിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കർഷക പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു മഹാരാഷ്ട്ര വോട്ട് ഒരു ശിവസേനയിലേക്കോ BJPയിലേക്കോ മാത്രം പോകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നില്ല. ഈ രണ്ടും മുന്നണിയായി മത്സരിച്ചാലും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. കാരണം രണ്ട് പാർട്ടി ആകുമ്പോഴാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്. അപ്പം അവർ ഏകദേശം വലിയ വോട്ടിൽ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. ഈ നിങ്ങളെല്ലാവരും കേരളത്തിൽ നിന്നുള്ള വോട്ട് മിക്കവാർക്കും കേരളത്തിലാണ്. നിങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, അതോ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ എന്ത് ചിന്ത? ഞാൻ ഓൾറെഡി ഇവിടെ വോട്ടില്ല, നാട്ടിൽ തന്നെ വോട്ട്. എല്ലാ ഇലക്ഷനിലും നാട്ടിൽ വോട്ട് ചെയ്യാൻ പോകാറുണ്ട്. ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകും തന്നെ. നാട്ടിൽ വോട്ടുണ്ട്, നാട്ടിൽ ചെയ്യാൻ വേണ്ടി പോകണമെന്നുണ്ട്. എൻ്റെ വോട്ട് ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ പരമാവധി ആളുകളെ ഇവിടെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി. തീർച്ചയായും മഹാരാഷ്ട്രയിലുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് കച്ചവടക്കാർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. കുറേ ആളുകൾക്ക് നാട്ടിലാണ് വോട്ടുള്ളത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയാണ് ഇവിടെയുള്ള മലയാളികൾ കാണുന്നത്. അവർ കേരളത്തിൽ പോയും ഇവിടെയുള്ളവരും വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ മഹാരാഷ്ട്രയും മുംബൈയൊക്കെ കുറേ കൂടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വരികയും ഒരു ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുക.